അഖിൽ മാരാർ എന്ന എംബോക്കിയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ, ബിഗ് ബോസ് എന്ന അളിഞ്ഞ പ്രോഗ്രാമിൽ സമൂഹത്തിൽ ഏതൊക്കെ മാലിന്യങ്ങളുണ്ടോ ആ മാലിന്യങ്ങളെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ ബിഗ് ബോസ് എന്ന പ്രോഗ്രാം നടക്കുന്നത്. അങ്ങനെ ഈ ബിഗ് ബോസിന്റെ 5ാം സീസണിൽ പങ്കെടുത്ത് വിജയിച്ച ആളാണ് ഈ അളിഞ്ഞ മാരാർ. ഈ 5ാം സീസണിൽ വിജയിച്ച് പുറത്തു വന്നതിന് ശേഷം ഈ മനുഷ്യന്റെ അഹങ്കാരം എന്ന് പറയുന്നത് വാനോളം ഉയർന്നിരിക്കുന്നു. ആരെയും വെല്ലുവിളിക്കുക, ഞാനല്ലാതെ ഇനി ഈ ഭൂമിയിൽ മറ്റാരുമില്ല എന്നൊക്കെയുള്ളതാണ് ഇയാളുടെ ധാരണ. കുറെ ദിവസം വേടനെ വെല്ലുവിളിക്കലായിരുന്നു ഇയാളുടെ പണി. വേടനെ വെല്ലുവിളിക്കുക, ചീത്ത വിളിക്കുക. വേടനെ എത്ര കഷ്ടപ്പെട്ട് പാട്ടുകൾ പഠിച്ചും പാടിയും സമൂഹത്തെ വശീകരിച്ചും സമൂഹത്തിൽ വേടന്റെ പാട്ടുകൾ ജനങ്ങൾ കേട്ട് രസിക്കുകയൊക്കെ ചെയ്താണ് അദ്ദേഹം ആ പദവിയിലേക്ക് എത്തിയത്. കുറെ നാള് അദ്ദേഹത്തിന്റെ പുറകെയായിരുന്നു. വേടൻ എന്ത് പറഞ്ഞാലും അദ്ദേഹത്തെ ചീത്ത വിളിക്കുക. ഇവനാണെങ്കിൽ ഈ മാരാർ എന്നുള്ള ജാതിയും വെച്ചിട്ടാണ്, ജാതി വെറിയനാണവൻ. ജാതി വെറിയും ഒക്കെ കാണിച്ചുകൊണ്ട് വേടനെ കുറെ തെറിയവൻ പറഞ്ഞു. അതിനുശേഷം മൈത്രേയൻ പറയുന്ന എല്ലാ കാര്യങ്ങളോടും നമുക്ക് യോജിപ്പൊന്നുമില്ല, എന്നാലും കുറെ അറിവുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിനോട് മറ്റേ 24-ലെ ഹാഷിമി എന്ന് പറയുന്ന പുള്ളി വന്ന് കുറെ സംവാദത്തിന് വിളിച്ചുകൊണ്ട് വന്നിട്ട് അദ്ദേഹത്തിന്റെ മുമ്പിൽ മുട്ടുകുത്തിപ്പോയി. അതൊക്കെ എല്ലാരും ലൈവായിട്ട് പ്രോഗ്രാമുകളിൽ കണ്ടതാണ്. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു അറിവിനെ ഇവനൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ അദ്ദേഹത്തിന്റെ അടുത്ത് ഇയാൾ പറയണ്, ഞാൻ എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മൈത്രേനെ ഞാൻ 1 മിനിറ്റ് കൊണ്ട് മലത്തി അടിച്ചു കളയും. അത് കഴിഞ്ഞ് കുറെ ഞാൻ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഭയങ്കര സംഭവമായി കളയും. ഇയാൾ സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടനെ തന്നെ മമ്മൂട്ടി മോഹൻലാലും ഒക്കെ ചെന്ന് വീട്ടിൽ ഇരിക്കേണ്ടി വരും. ഇപ്പൊ മലയാള സിനിമയിലെ എല്ലാ ഉള്ള യുവ നായകന്മാരെല്ലാം മാറിയിട്ട് ഇയാളായിരിക്കും അതിൽ ഏറ്റവും വലിയ ആളായിട്ട് വരാൻ പോകുന്നത്. അത് കഴിഞ്ഞപ്പോ കാണും രാഹുൽ മാങ്കൂട്ട്, അറിയാമല്ലോ ആ പയ്യന്റെ പേരിൽ ഏതോ എവിടെയൊക്കെ കിടന്ന കുറെ പെമ്പിള്ളാര് കൊണ്ടുവന്നിട്ട് കുറെ ആരോപണങ്ങൾ ഇങ്ങനെ ഏറിൽ വിട്ടുകൊടുത്ത്. ചാനലുകാർക്ക് പിന്നെ വേറെ പണിയൊന്നും ഇല്ലല്ലോ, എവളെങ്കിലും വന്ന് ഒന്ന് കാണിച്ചാൽ മതി, ഒന്ന് ആട്ടി കാണിച്ചാൽ മതി. ചാനലുകാരോ പിന്നെ അവളെ പുറക്കെ മറ്റേ ചക്കരയിൽ പറ്റിയ ഈച്ച പോലെ നടക്കുകയാണ്, അവളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തുറന്നെടുക്കാൻ വേണ്ടി. അങ്ങനെ തുറന്നെടുപ്പിച്ചിട്ട് എവിടെയൊക്കെ കിടന്ന കുറെ എണ്ണത്തിനെ കൊണ്ടുവന്ന് അവന്റെ പേരിൽ കുറെ ആരോപണങ്ങൾ ഇങ്ങനെ പറയിച്ചു. ഉടനെ അത് ഈ പിടിച്ചുകൊണ്ട് ഇയാൾ ഇങ്ങോട്ട് വന്നല്ലോ. ഇയാൾക്കൊരു വേറൊരു ലക്ഷ്യമുണ്ട്, ഏതെങ്കിലും രീതിയിൽ കോൺഗ്രസിൽ ഒന്ന് കടന്നുകൂടുക. അതിനുള്ള ഒരു അവസരമായിട്ടാണ് ഇയാൾ ഇതിനെ കണക്കൂട്ടിയത്. ഉടനെ തന്നെ രാഹുലിനെ ഇയാൾ അങ്ങോട്ട് തെറി വിളിക്കാൻ തുടങ്ങി. രാഹുലിനെ ഞാൻ അങ്ങനെ ആയിക്കളയും, ഞാനായിരുന്നെങ്കിൽ ഇങ്ങനെ ആയിക്കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ തെറി അങ്ങനെ രാഹുലിനെ പറഞ്ഞു. അങ്ങനെ ഇയാള് ഒരു മലയാള സിനിമയിൽ അങ്ങ് അഭിനയിച്ചു. മിഡ് നൈറ്റിലെ മുള്ളംകൊല്ലി എന്നാണ് സിനിമയുടെ പേര്. സിനിമയുടെ പേര് തന്നെ നമ്മൾ ഇയാൾ പറഞ്ഞിട്ടാണ് കേൾക്കുന്നത്. ഒരു മനുഷ്യൻ ആ സിനിമ റിലീസായി ആകെ 25 പേരാണ് സിനിമ കണ്ടിരിക്കുന്നത്. 25-30 പേര് സിനിമ കണ്ട്. ഈ സിനിമ കണ്ടവരാകട്ടെ ഇയാളെ മുഴുത്ത തള്ളക്ക് വിളിക്കുക, മുഴുത്ത തെറികളാണ് വിളിക്കുന്നത്. അത് പോയിട്ട് ഇയാളെ മോൻ തെങ്ങ് ചെന്നങ്ങാണ്ട് സിനിമ കണ്ടിട്ട് ഒരു ചാനലിൽ പറയുന്നതായിട്ട് ഇയാളെ മോൻ ചെന്ന് സിനിമയും കണ്ടിട്ട് ഇവനെ ചെന്ന് ഈ മാരാരെ ചെന്ന് തള്ളക്കി വിളിച്ചത്, തെറി വിളിച്ചെന്ന്. അത്ര ഗതികെട്ട അവസ്ഥയിലാണ് ഇവന്റെ സിനിമ പോയത്. ഇയാൾ ഏത് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നു? ഇയാളിപ്പോ വന്നിരുന്ന് പറയുന്നിട്ട് എന്നാ മറ്റേ ഷാജി കൈലാസ് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഡിമാൻഡ് വയ്ക്കും. ഇവന് ഏത് കൂത്തി വിളിക്കുന്നത്? ഷാജി കൈലാസ് വല്ല മാനസിക രോഗിയാണ്, ഇവനെ പോലുള്ളവനെ സിനിമയിലേക്ക് വിളിക്കുക. ഇയാളൊക്കെ പറയണ ഇന്റർവ്യൂവിൽ ഓരോരുത്തന്മാരെ ചുമ്മാ എന്തെങ്കിലും ഗീർവാണങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ഗീർവാണം അടിക്കുന്നവന്മാരാണല്ലോ ഇന്നത്തെ ഇന്റർവ്യൂകാർക്ക് ആവശ്യമുള്ളത്. അങ്ങനെ ഇന്റർവ്യൂകൾ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ ഈ സിനിമയ്ക്ക് ശേഷവും പറയണം, എനിക്ക് ഏതെങ്കിലുമൊക്കെ സിനിമകൾ വന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ഡിമാൻഡൊക്കെ വച്ചൊക്കെയാണ് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ് ഇവൻ പറയുന്നത്? ഒരു സിനിമയിൽ നായകനായിട്ട് അഭിനയിച്ച് ആ സിനിമ തന്നെ 25 പേര് പോലും കേരളത്തിൽ കണ്ടില്ല. അടുത്ത ഗീർവാണം. ഒരു കാര്യം ഉറപ്പാണ്, അർഹതയില്ലാത്തവന്മാർ എവിടെയെങ്കിലുമൊക്കെ വിജയിച്ചു കഴിഞ്ഞാൽ അവനൊക്കെ അഹങ്കാരവും തിമിരും കൂടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ അഖിൽ മാരാർ എന്ന എംബോക്കി. ഇവനെ പോലുള്ളവർ സമൂഹത്തിന് ഒരു ശാപമാണ്. ഇവനെ പോലുള്ളവർ തന്നെ ഇവന് എവിടെ വിജയിച്ചത്? ഈ ബിഗ് ബോസ് പോലുള്ള ഒരു അളിഞ്ഞ ഷോയില്. ആ അളിഞ്ഞ ഷോയിൽ വേറെ ഒരു സ്റ്റാൻഡേർഡും നിലവാരമുള്ള ഒരു ആളെയും അവന് പങ്കെടുപ്പിക്കാറില്ല, ആരും പോവാറുമില്ല. സോഷ്യൽ മീഡിയയിൽ ജനങ്ങൾ ആൾക്കാർ പുറകെ നടന്ന് തെറി വിളിക്കുന്നവരാണ് ബിഗ് ബോസിലെ താരങ്ങൾ. ആ താരങ്ങളുടെ ഇടയിൽ ചെന്ന് ഇവന്റെ കുറെ ഗീർവാണം, ഇയാൾക്ക് കുറെ ഗീർവാണം അടിക്കാൻ അറിയാലോ. ആ ഗീർവാണങ്ങളൊക്കെ അടിച്ച് ഇയാൾ അതിൽ വിജയിച്ചു വന്നു. അപ്പൊ ഇയാളുടെ ധാരണ എന്ന് പറഞ്ഞാൽ ലോകം മുഴുക്ക ഞാൻ കീഴടക്കി കഴിഞ്ഞു. ഇനി മമ്മൂട്ടി ആര്, മോഹൻലാൽ ആര്, മലയാള സിനിമയിലെ നായകന്മാരാര്, ഞാൻ തന്നെയാണ്. വരൂ, എന്റെ സിനിമയിൽ അഭിനയിപ്പിക്കൂ. ഞാനിതാ വന്നു കഴിഞ്ഞാൽ കേരളം അടക്കി ഭരിച്ചു കളയും. എല്ലാം മൂഞ്ചി. ഇതാ സിനിമയിൽ അഭിനയിച്ചു, 25 പേര് കണ്ടില്ല. എല്ലാ അഹങ്കാരിയുടെയും അധപ്പതനം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ നമുക്കറിയാമല്ലോ, എത്രയോ വർഷങ്ങളായിട്ട് മലയാള സിനിമയെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നവരാണ് അവരൊക്കെ. അവരുടെയൊക്കെ ഇന്റർവ്യൂകളിൽ ഏതെങ്കിലും ഒരു വാക്ക് അഹങ്കാരപരമായിട്ട് അവർ സംസാരിക്കാറുണ്ടോ? എത്ര എളിമത്വമായിട്ടാണ് അവർ സംസാരിക്കുന്നത്. ഇത്രയും സിനിമകളൊക്കെ വിജയിപ്പിച്ചവർ. ഇവന്റെ അധപ്പതനം ഇതോടെ അവസാനിക്കും.